ഹരിതമിത്രം ആപ്പിൽ ഫോൺ നമ്പർ അല്ലെങ്കിൽ വീട്ട് നമ്പർ അല്ലെങ്കിൽ QR കോഡ് മുഖേന സെലക്ട് ചെയ്ത് അവർക്ക് സേവനം നൽകുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത്. ഹരിതമിത്രം 1.0യിൽ നമുക്ക് ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഹരിതമിത്രം 2.0യിൽ ഈ ഒരു പ്രവർത്തനം നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഹരിതമിത്രം ആപ്പ് ഓപ്പൺ ചെയ്യുക. മുകളിലെ സ്കിപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, OTP എൻ്റർ ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഇതിനായി നിങ്ങളുടെ ഹരിതമിത്രം ആപ്പ് ഓപ്പൺ ചെയ്യുക. വലതുവശത്ത് QR കോഡിന് താഴെയായി വലതുവശത്ത് സേവനം എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന സ്ക്രീൻ ഈ ഒരു രൂപത്തിലായിരിക്കും. ആ സ്ക്രീനിൽ താഴെ മൂന്നാമതായി ഉപഭോക്തൃ തിരയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുക്കുക. ഇവിടെ 3 കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി കാണിക്കും. ആദ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാപ്പ് ചെയ്തിട്ടുള്ള വാർഡാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ താഴെ കെട്ടിട തരം എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഇതുവഴി സെർച്ച് ചെയ്തെടുക്കുന്നത് വീടാണോ, കെട്ടിടമാണോ, ഓഡിറ്റോറിയമാണോ, ആരാധനാലയമാണോ, ഏതാണോ നിങ്ങൾ സെർച്ച് ചെയ്തെടുക്കേണ്ടത് ആ ഒരു വിവരം ആണ് അതിൽ സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്ത് നൽകുക. അതിന് താഴെ തിരയൽ രീതി എന്ന ഒരു ഭാഗമുണ്ട്. ഹരിതമിത്രം 2.0 ആപ്പിൽ 6 രീതിയിൽ നിങ്ങൾക്ക് തിരച്ചിലുകൾ നടത്താവുന്നതാണ്. ഡോർ നമ്പർ വെച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, ഉപഭോക്താവിൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്യാം, മൊബൈൽ ഫോൺ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം, കെട്ടിടത്തിൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്യാം, കസ്റ്റമർ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം, QR കോഡ് വെച്ച് സെർച്ച് ചെയ്യാം. QR കോഡ് ആണെങ്കിൽ QR കോഡ് സെലക്ട് ചെയ്ത് അതിൻ്റെ താഴെയുള്ള കോളത്തിൽ ആ QR കോഡ് നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് താഴെയുള്ള തിരയുക എന്ന ബട്ടൺ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗുണഭോക്താവിൻ്റെ വിവരങ്ങൾ ലഭ്യമാവുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കടയുടെ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അവരുടെ ഫോൺ നമ്പർ അറിയില്ല, അല്ലെങ്കിൽ കെട്ടിട നമ്പർ അറിയില്ല. ഇവരെ സെർച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഓഡിറ്റോറിയം എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് താഴെയുള്ള ആ തിരയുക എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിവരം അവിടെ വരുന്നതാണ്. അതിനുശേഷം പിന്നെ നിങ്ങൾ സാധാരണ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ സേവനം നൽകുകയും പണമടക്കുകയും ചെയ്യുക. ഇത്രയുമാണ് നമുക്ക് ചെയ്യാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് സഹായമായി എന്ന് തോന്നുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.